ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൽ കാണുന്ന കണക്ക് കൊറിയൻ ഹെയർ ക്ലിപ്പാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ അലിഗേറ്റർ ക്ലിപ്പ്, കുറച്ച് ഇതുപോലെ കമ്പി സ്ലൈഡുകൾ മാത്രം മതി. പിന്നെ കുറച്ച് ബീഡ്സ് വേണം. ഇതുപോലെ ഞാൻ കുറച്ച് ബീഡ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഗോൾഡൻ വയറും എടുത്തിട്ടുണ്ട്, പശ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഒരെണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ കമ്പി സ്ലൈഡ് വേണം. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ ഹാഫ് കട്ട് ബീഡഡ് ആണ്. ഇപ്പോൾ പകുതി കട്ട് ചെയ്ത മാതിരി ഇരിക്കും, ഇതെങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരുമാതിരി ഓഫ് വൈറ്റ് കളറാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് പ്യുവർ വൈറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലാതെ ഓഫ് വൈറ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ പശ എടുത്തിട്ടുണ്ട്. ഈ പശ ആക്ച്വലി തീർന്ന്, അത് കാരണം ഭയങ്കര പാടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല പശ വേണം എടുക്കാൻ. നിങ്ങൾ ഈ ഫെവിക്കോളൊന്നും എടുത്ത് വെച്ചിട്ട് ഒട്ടിച്ചേക്കരുത്, കാരണം അത് ഇളകിപ്പോവും, പെട്ടെന്ന് തന്നെ ഇളകിപ്പോവും. അപ്പം നിങ്ങൾക്ക് നല്ല പശ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനിത് കൈവച്ചങ്ങ് തേക്കുവാണ്, കാരണം എൻ്റെ ഇതിൽ പശ വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഞെക്കി പീച്ചി എടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ആ കമ്പി സ്ലൈഡ് കുറച്ചും കൂടെ നീളമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നീളത്തിൽ ഇത് കിട്ടും. ഇത് ഇത്ര ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഉള്ളത്. ഇത് ഏകദേശം ഓക്കെ, പക്ഷേ ഇത് ഉണങ്ങാൻ കുറേ ടൈം എടുക്കും. അപ്പം നമുക്ക് കുറച്ച് നേരം അത് അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇത് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തലയിലൊക്കെ വെക്കുമ്പോൾ സെറ്റാണ്, സൂപ്പറാണ്. നല്ല പശ വേണം നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കാൻ, അതുകൊണ്ട് ഇതിനി ഇളകിയൊന്നും വരില്ല. ഇത് നമ്മൾ 10-60 രൂപയൊക്കെ കൊടുത്ത് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ ഇതുപോലെ ഒരെണ്ണോടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടെണ്ണമായിട്ട് മാച്ചിങ് മാതിരി ഇടാം. അപ്പോൾ നിങ്ങളിത് എന്താണേലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്ലിപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇതേപോലെ വയർ എടുത്തിട്ടുണ്ട്, ഗോൾഡൻ വയർ. നമുക്കിതൊരു 10 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു ലൂപ്പ് മാതിരി ചെയ്യാം. ഇനി നമുക്കിതുപോലെ വൈറ്റ് പേൾ ബീഡ്സ് ആണ് വേണ്ടുന്നത്. ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അറ്റം ചെറുതായിട്ട് അകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇത് ഏകദേശം ഇപ്പോൾ ലോക്കായി. പിന്നെ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ക് തന്നെ ഒരെണ്ണം കൂടെ നമുക്ക് വേണം, എന്നാലേ ഇത് കറക്റ്റ് ആവത്തുള്ളൂ. ഇങ്ങനെ രണ്ടെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടിങ്ങനെ അകത്തോട്ട് വെച്ചെടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങ് ആക്കാം, ഏകദേശം ഒരുമാതിരി ക്വസ്റ്റ്യൻ മാർക്ക് മാതിരി. ഇതും അങ്ങനെ തന്നെ ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഇനി ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഞാനിത് രണ്ടായിട്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഒരുമിച്ചൊരു വലിയ ഗോൾഡൻ വയർ വെച്ചൊന്ന് ചെയ്തെടുക്കാം വേണമെങ്കിൽ. ഇനി ഇത് ഉണങ്ങുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ഒരു സ്ലൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കിത് ഒട്ടിച്ചെടുക്കാം.
ഇനി ഇത് ഉണങ്ങാൻ വെക്കണം കുറച്ച് സമയം. അങ്ങനെ ഇതിവിടെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ഞാൻ ചെറിയൊരു വൈറ്റ് ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ബീഡ്. അപ്പോൾ ഇത് സെറ്റാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല പശ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി, ഇത് ഇളകിയൊന്നും പോരൂല. ഇത് സെറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരെണ്ണം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ കമ്പി സ്ലൈഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ബ്ലാക്ക് പിങ്കിലെ ജെനിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന കണക്കത്താണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. ഇതിന് വലിയ വിലയൊന്നുമില്ല, നമുക്ക് കടകളിൽ കിട്ടും. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കണം. അളവെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതേ അളവിൽ ഒരു 3 എണ്ണം കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. പശ തേച്ചതിന് ശേഷം ഈ സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നല്ല രസമാണ്. നിങ്ങൾക്ക് ജെനിയെ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ കൊറിയയിൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ക്യൂട്ട് ക്ലിപ്സൊക്കെ കാണാൻ പറ്റും. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്കാണ് നമുക്ക് 2 എണ്ണം കൂടെ ചെയ്തെടുക്കാം. കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം. ഇത് 3 നമ്മൾ ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം. കുറച്ച് കൂടുതൽ ടൈം വെക്കണം. അങ്ങനെ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. ജെനി തലയിൽ വെച്ചേക്കുന്ന കണക്ക് നിങ്ങൾക്കും ഇത് വെച്ച് നോക്കാം. ഇതിൻ്റെ കുറേ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് 3 എണ്ണം വീതം അപ്പുറം ഇപ്പുറമൊക്കെ കുത്തി വെക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഗോൾഡൻ കളറും കിട്ടും. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ക്ലിപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നതാണ് OHP ഷീറ്റ്. ഈ ഷീറ്റ് നിങ്ങൾക്ക് ഈ സ്റ്റോൺ എല്ലാം ഒട്ടിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതിൽ കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റോൺസ് ഒക്കെ വരുന്നതാണെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് നമ്മൾ വെട്ടിയെടുക്കും. ഇത് നിങ്ങൾക്ക് സാധാരണ എല്ലാ സ്റ്റോറിലും കിട്ടും. ഈ ബുക്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലത്ത് കിട്ടും. കാരണം ഇത് നമ്മളെല്ലാം ആക്രിലിക് കളേഴ്സൊക്കെ വെച്ചിട്ട് ഗ്ലാസ് പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന ഷീറ്റാണിത്. അപ്പോൾ നമ്മൾ ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പ് വേണം. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ട് റൗണ്ട് വരച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വരയ്ക്കാം. ഇങ്ങനെ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ കുറച്ച് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലൊരു റൗണ്ട് സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നമുക്ക് നടുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളിടത്ത് നമുക്കിങ്ങനെ പശ തേച്ച് കൊടുത്തിട്ട് സ്റ്റോൺ ഒട്ടിക്കാം. പശ നല്ലോണം തേച്ച ശേഷം നമുക്കിത് ഓരോ സ്റ്റോണായിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
ഇത് ഉണങ്ങി വരുമ്പോഴേ ഏകദേശം സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഏകദേശം ഇത് തിരിച്ച് വെച്ച് ഒട്ടിക്കാം. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് പശയുടെയാണ് കുറച്ച് ഒരുമാതിരി വിയേർഡായിട്ടിരിക്കുന്നത്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഓക്കെ ആവും. നമ്മൾ നടുക്ക് വെച്ച സ്റ്റോണിൻ്റെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. കുറച്ച് ടൈം കൊടുക്കണം. ഇത് ഏകദേശം ഇങ്ങനെ കിട്ടും നമുക്ക്. ഇത് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കാം. അങ്ങനെ ഇതുപോലെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല രസമായിട്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് ഇതുപോലൊരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ ഈ ഫ്രണ്ട് വശത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പശ എടുത്തിട്ടുണ്ട്. പശ നല്ലപോലെ തേച്ചതിന് ശേഷം ഇതിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്തായാലും ഇത് നേരെ ചൊവ്വെ ഒട്ടി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത്രയും നേരം നമുക്ക് കുറച്ച് ഇതെവിടെയെങ്കിലും ഉണങ്ങാനായിട്ട് വെക്കാം. അങ്ങനെ ഇത് നമുക്കിവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇതിനി ഇളകിയൊന്നും പോവില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, ഏത് കളറ് വേണമെങ്കിലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കുട്ടി ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ അത്രയേ ഉള്ളൂ. ബൈ.